കടമ്പനാട് തൊഴിപ്പാട്ട് പടിഞ്ഞാറ്റേതിൽ അജി ഷാരി ദമ്പതികളുടെ മകനാണ് 4 വയസ്സുകാരനായിട്ടുള്ള അഭിരാം. മൃതശരീരം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അടക്കം നടപടികൾ നാളെ ഉണ്ടാകും. പിതാവ് അജി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അമ്മയും കുടുംബാംഗങ്ങളുമാണ് ഒപ്പം ഉണ്ടായിരുന്നത്. രാവിലെ ചെറുകാറിലാണ് കുടുംബം യാത്ര പുറപ്പെട്ടത്. ആദ്യം കല്ലേലിക്കാവിൽ ദർശനം നടത്തിയ ശേഷമാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഉച്ചയ്ക്ക് 12 മണിയോട് കൂടി ആണ് ഈ അപകടം ഉണ്ടാകുന്നത്. തൂണ് വീഴുന്നവൻ്റെ മണ്ടയിൽ അവൻ അടിയിലായി. അങ്ങനെ തള്ള ഒരു ഓടിപ്പോയി എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ആശുപത്രി കൊണ്ടുപോയി. ആ തൂണ് ഇളകി നിൽക്കുമായിരുന്നു. തൊട്ടതേ ഉള്ളൂ. കൊച്ചു പിടിച്ച എത്ര ഉണ്ടെന്നറിയാം. അത്ര ആ തൂണ് കൊച്ചു അടിയിലായിപ്പോയി. തൂണ് മണ്ടയിൽ വീണു. കുഞ്ഞിൻ്റെ തലയെ വന്ന് വീണു. അപ്പോഴേ കൊച്ചിൻ്റെ തള്ളയോട് ഫോൺ കുഞ്ഞിനെ എൻ്റെ മോനൊന്നും പറഞ്ഞ് എടുത്തുകൊണ്ടിട്ട് പോയി. അപ്പോഴേ ബ്ലഡ് കുറേ അങ്ങ് പോയി. ഒരുപാട് അങ്ങ് ബ്ലഡ് പോയി. ഇവിടെ കുറേ മുറിവായി. അപ്പോഴേ കുഞ്ഞിൻ്റെ ബോധം അങ്ങ് പോയി. അങ്ങനെ ഓടി അവിടെ ഒരുപാട് കിടന്ന് വിളിച്ചിട്ട് ആരെയും കൂടെ വന്നവരൊക്കെ അങ്ങ് അകലെ നിന്ന് ചെയ്തു ഓടി. പിന്നെ അവരുടെ ഹോസ്പിറ്റലിലോട്ട് അങ്ങ് കയറ്റി ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് താൽക്കാലികമായി ആനത്താവളം അടച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപൂർണമായി ഇനിയും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ എന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തെ തുടർന്ന് വിശദമായ അന്വേഷണത്തിന് വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദക്ഷിണ മേഖല ഫോറസ്റ്റ് കൺസർവേറ്ററോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമായിട്ടുണ്ട് എന്ന്, അതോടൊപ്പം തന്നെ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുമാണ് വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന വീഴ്ചയല്ല കോന്നി ആനക്കൂട്ടിൽ സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുള്ളത്. വീഴ്ചയുണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വളരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.